ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലത്തെ ഓണസദ്യയാണ്. അപ്പോൾ നമ്മൾ ഓണസദ്യ മേടിക്കാൻ വന്നത് സ്റ്റാഫ് ക്യാൻറ്റീനിലേക്കാണ്. സ്റ്റാഫ് ക്യാൻറ്റീനിലാണ് ഒരുപാട് പേര് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരും അതേപോലെ ലേബേഴ്സായിട്ട് വരുന്നവരും ഒക്കെ ഉച്ച ഊണ് പ്രിഫർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനും ജീനയും ഇന്ന് ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഇവിടെ നിന്ന് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ ഫൈനലി വെയിറ്റ് ചെയ്ത് നമ്മുടെ സാധനം കിട്ടിയില്ലേ. ബാക്കിലൊരു വാഴ, ഹാപ്പി ഓണം. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഇപ്പം എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെയാടാ, നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ സോർട്ട് ചെയ്യുകയാണ്. അതായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ടൈം എടുത്തത്. അയ്യോ, അപ്പോൾ സംഭവം പറഞ്ഞ സാമ്പാർ കാണുന്നില്ല. ഓക്കെ, നമ്മൾ ഇതൊക്കെ തുറന്നതിന് ശേഷമാണ് സാമ്പാർ മിസ്സിങ് എന്ന് കണ്ടേ. അപ്പോൾ വീണ്ടും അത് വാങ്ങാൻ പോവാണ്. ഏമി വാ. ഏമിക്കുട്ടി ഓണപ്പുടവയൊക്കെ ആയിട്ട് സെറ്റായിരിക്കുകയാണ്. എന്താ ഏമി? ഓക്കെ ഏമി, ഞങ്ങൾക്ക് മോരും നമ്മളെ സാമ്പാറും വേണ്ടിട്ട് ഓണസദ്യം ഓണസദ്യ കിട്ടുന്ന കട എവിടെ? സ്റ്റാഫ് ക്യാൻറ്റീൻ. നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ സദ്യയിൽ സാമ്പാർ ഉണ്ടായില്ല അല്ലേ, അത് മേടിക്കാൻ വന്നതായിരുന്നു. വിട്ടോ, നിങ്ങളുടെ ഏമിന്റെ മുടി കുളിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് അഴിച്ച് ഇങ്ങനെ ഫ്രീ ഹെയറിൽ ഇരിക്കുന്നത്. ഏമി കുട്ടീനെ ഹെയർ ഒക്കെ ടൈ അപ്പ് ചെയ്യണം അല്ലേ. നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഒന്ന വഴി ഇതാണ്. എങ്ങനെയുണ്ട് നമ്മളൊക്കെ അവരെത്തി? ഹരമുണ്ടാ? ഓക്കെ, രസമില്ലാത്ത ഓരോ പിടിയിലിനി ഓരോന്ന് കേട്ടാലാണ് ഓരോന്ന് കിട്ടാനേ. സ്കേറ്റിംഗ് ഒക്കെ ആയിരുന്നു. അതാണ് റോഡിന് ഇപ്പൊ പച്ച കളറൊക്കെ കൊടുത്തത്. അതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവി നമ്മ കുറെ ഫോട്ടോ എടുപ്പാനേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സദ്യ വിളമ്പുന്നതിന് ഒരു ഓർഡറൊക്കെ ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഓണസദ്യക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് കേരളത്തിൽ നിന്ന് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് അധികം ഞാൻ ഓണസദ്യ കഴിക്കാറ്. അപ്പോൾ ഇന്ന് പ്രോപ്പർ ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താലും ആക്സെപ്റ്റ് ഇറ്റ്. കാര്യം എനിക്ക് ആ രീതിയിൽ അറിയില്ല. എപ്പോഴും നമ്മുടെ ഒക്കെ ഓണം എന്ന് പറയുന്നത് ഈ ഒരു സദ്യ അധികം പുറത്തുനിന്നൊക്കെ മേടിക്കലാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൊട്ടൊരു ഫോട്ടോഷൂട്ടിനാണെങ്കിലും വേണ്ടി ഒരു ഓണസദ്യ രൂപത്തിലാക്കി അങ്ങനെയൊക്കെയാണ്. പക്ഷേ സ്കൂൾ ടൈമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബാനിഷ. അവളെപ്പോഴും വിളിക്കും. അപ്പോൾ ബാനുവിൻ്റെ അമ്മയുണ്ട് ആൻറ്റു എപ്പോഴും നല്ല അടിപൊളി ഗോതമ്പ് തരി പായസം വെക്കും. അയ്യോ, ഞാൻ അത്രയും അഡിക്റ്റഡാണ് ഈ പായസത്തിന്. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഓണസദ്യ ഇന്ന് ഏമിക്കും അതേപോലെ എതിലിന് ഒരു കൗതുകമായിരിക്കും. രണ്ടുപേരുടെ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ സദ്യയായിരിക്കും രണ്ടുപേരും ഒന്നിച്ചുള്ളത്. പിന്നെ എതിലിൻ്റെ ഫസ്റ്റ് എന്നൊക്കെ പറയാം. കഴിഞ്ഞ വർഷം അവൾക്ക് 1 വയസ്സായ സമയത്ത് പിന്നെ അങ്ങനെ സദ്യേൻ്റെ മെമ്മറി പോലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അടിപൊളിയായിരുന്നു സ്റ്റാഫ് ക്യാൻറ്റീൻ ഓർഗനൈസ് ചെയ്ത ഈ സദ്യ പരിപാടി. ഒരുപാട് പേര് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ പ്രീ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവർ തന്നു. അത്രയും ക്രൗഡഡ് ആയിരുന്നു. എന്തായാലും അടിപൊളി ഇന്നത്തെ സദ്യ ഓർഗനൈസ് ചെയ്തതിന്. മാത്രമല്ല ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ കുറേ നാളായിട്ട് ഷിപ്പ് അല്ലെങ്കിൽ ബാർജൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര കുറവ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഐറ്റംസ് തന്നെ വളരെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല ഹോട്ടൽസിലും ഓണസദ്യ വേറെ ഡേറ്റിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണത്തിൻ്റെ അന്ന് ഓണസദ്യ കഴിച്ചില്ലെങ്കിൽ പിന്നെന്താ അല്ലേ. അങ്ങനെ നമ്മളും തട്ടിക്കൂട്ടി ഒരു ഓണസദ്യ കഴിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപിലത്തെ ഈ ഒരു ഓണസദ്യയുടെ മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ. അധികം ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, ഐറ്റംസിൻ്റെ ഒരു കുറവ് കാരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണസദ്യ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.